ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമല്ലേ? ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ചപ്പാത്തി റോള് തന്നെയാണ്, പക്ഷെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായത് കാരണം അതിന് ഫ്രാങ്കി എന്നാണ് പറയുന്നത്. വെറും ഒരു മസാല വെച്ചിട്ട് റോൾ ചെയ്യുന്നില്ല, അതിൻ്റെ ഒരു എഗ്ഗിൻ്റെ ലെയർ വരുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അത് നമുക്ക് വേണമെങ്കിൽ നോമ്പുറക്ക് സ്നാക്കായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, എല്ലാ ഡിന്നറിനാണെങ്കിൽ ഡിന്നറിന് ഉപയോഗിക്കാം. അധികം ഓയിൽ ഇതൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫ്രാങ്കിയുടെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാകുമ്പം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു സവാള, നീളത്തിലരിഞ്ഞ സവാളയാണ്, അത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഞാൻ 200 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഒരു സവാള മതിയാവും. ഈ സവാളയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ചേർത്താൽ മതി. ഇതുകൂടെ ചേർത്ത് ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഞാൻ കഴുകി വെച്ച് ചെറുതായി കട്ട് ചെയ്തിട്ട് കഴുകി വെള്ളം വാർന്ന ചിക്കനാണ്. അത് നീളത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് തന്നെ ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് നല്ലവണ്ണം വഴറ്റി ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതൊന്ന് ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളൊക്കെ ചേർത്ത് നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 തക്കാളി അരിഞ്ഞതാണ്. നല്ല വലിപ്പമുള്ള തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ തക്കാളി ചേർത്ത് കഴിഞ്ഞ് നല്ലവണ്ണം വഴറ്റി ഇതിലേക്ക് ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് നല്ലവണ്ണം തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് വരണം. അതുവരെ ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ജീരകപ്പൊടിയും ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയതിന് ശേഷം, ജീരകപ്പൊടിയാണ് ഈ ഒരു മസാലയുടെ ടേസ്റ്റ് തന്നെ മാറ്റുന്നത്. ഇനി ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ക്യാപ്സിക്കവും കൂടെ വന്നു കഴിയുമ്പം ഈ മസാല തന്നെ നല്ലൊരു കളർഫുള്ളായി, പച്ചയും ചുവപ്പും വെള്ളയും ഒക്കെ ആയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഈ മസാല. അപ്പം ഈ ഒരു സമയത്ത് തന്നെ ഇതിൽ ഉപ്പ് പാകമാണോ എന്നുള്ളത് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പം ഇതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി ലാസ്റ്റ് ഇതിൽ ചേർക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. ആ മല്ലിയില കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രാങ്കിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്നെല്ലാം മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം അല്ലേ. ഞാനിവിടെ ഒരു ചപ്പാത്തിക്കല്ല് ഇവിടെ ചൂടാൻ വെച്ചിട്ടുണ്ട്. ചപ്പാത്തി ഞാൻ ഓൾറെഡി ചുട്ടെടുത്തതാണ്. അപ്പോൾ ഒരു കപ്പിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് അതിനാവശ്യമുള്ള സ്വല്പം ഉപ്പ് കൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് സ്പൂണ് കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ ചൂടായ കല്ലിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഈ മുട്ട ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് ചുറ്റിച്ചെടുക്കാം. എനിക്കിതിപ്പം ചപ്പാത്തിക്കല്ലായത് കാരണം ശരിക്കും അങ്ങോട്ട് ചുറ്റിക്കാൻ വേണ്ടി പറ്റില്ല. ഫ്രൈ പാൻ ആണെങ്കിൽ നല്ലവണ്ണം നമുക്ക് വലിപ്പത്തിൽ ഇതിനെ ചുറ്റിയെടുക്കാൻ പറ്റും. ഇത് ചുറ്റിക്കാൻ വേണ്ടി തിരിച്ചു കഴിഞ്ഞാൽ സൈഡിലേക്കൂടെ മുട്ട അങ്ങ് പോവും, അതുകൊണ്ടാണ് ശരിക്കും ചുറ്റാൻ പറ്റാത്തത്. അപ്പം ഇനി ഇതിലേക്ക് ഈ മുട്ട ഉറക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ചുട്ടെടുത്ത് ചപ്പാത്തി ഒന്ന് ഇതിൻ്റെ മേലയിൽ വെച്ച് കൊടുക്കണം. മുട്ട അധികം കട്ടിയായി പോകരുത്, അതിന് മുമ്പേ തന്നെ ചപ്പാത്തി വെച്ച് കൊടുക്കണം. ചപ്പാത്തി വെച്ച് ഒന്ന് നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ മുട്ട ആ ചപ്പാത്തിയിലേക്ക് ഒട്ടിപ്പിടിച്ച് നിൽക്കും. ഇനി ഇതിനെ ഒന്ന് തിരിച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ എടുത്ത് മാറ്റാം. അതുപോലെ ഒരെണ്ണം കൂടെ നമുക്ക് ചുട്ടെടുക്കാം. ഇനി നിങ്ങൾക്ക് മുട്ടയുടെ ഫ്ലേവർ അധികം വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് 2 മുട്ട എടുത്ത് കഴിഞ്ഞാൽ 3 ഫ്രാങ്കി എടുക്കാൻ വേണ്ടി പറ്റും. ഒരുമിച്ച് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചതാണെങ്കിൽ 3 ഫ്രാങ്കി വരെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഞാൻ അധികവും അങ്ങനെയാണ് ചെയ്യാറ്. എന്താ വെച്ചാൽ ഇതിൽ അധികം മുട്ടയുടെ ഒരു ഫ്ലേവർ വേണ്ട എന്നുള്ളത് കൊണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അതുപോലെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ മുട്ട തന്നെ എടുക്കാം. ഇനി അടുത്തതായിട്ട് ഇത് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു റോളിംഗ് പേപ്പർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതില്ലെങ്കിൽ ബട്ടർ പേപ്പർ എടുത്താലും മതി. ഇനി നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള ഒരു ചപ്പാത്തി എടുത്ത് ഇതിലേക്ക് വെക്കാം. പിന്നെ ഇത് സവാള ഞാൻ നേർങ്ങനെ അരിഞ്ഞ് നല്ല ഐസ് വെള്ളത്തിൽ ഇട്ടിട്ട് വെച്ചതാണ്. നല്ല തണുപ്പുള്ള വെള്ളത്തിൽ വേണം ഇട്ട് വെക്കാൻ.
സവാള ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് കുറച്ച് വിനീഗറിൽ പച്ചമുളക് അരിഞ്ഞിട്ടതാണ്. ഇത് നമ്മൾ ആദ്യം റെഡിയാക്കിയ മസാലയാണ്. ഇനി ഇത് ഒരു 2 ടേബിൾ സ്പൂണോളം മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നല്ലവണ്ണം മസാല വെച്ചതിന് ശേഷം അതിൻ്റെ മേലയിൽ കുറച്ച് ഈ വിനീഗറിൻ്റെ ഇതും പച്ചമുളകും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ഇടുമ്പം ശ്രദ്ധിക്കണം, എരിവ് ഇതിൻ്റെ ഓരോ ബൈറ്റ് കിട്ടുമ്പം ചിലപ്പോൾ നല്ല എരിവായിരിക്കും. അതുകൊണ്ട് പച്ചമുളക് ശ്രദ്ധിച്ച് മാത്രം ചേർക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഐസ് വെള്ളത്തിലിട്ട് വെച്ച് സവാള കൂടെ കുറച്ച് ഇട്ട് കൊടുത്ത് ഇതിനെ ചപ്പാത്തി ആദ്യം ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ബട്ടർ പേപ്പറിലേക്ക് വെച്ച് റോൾ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രാങ്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതും കൂടെ റോൾ ചെയ്യാം. അപ്പം നമ്മുടെ ഫ്രാങ്കിയുടെ റെസിപ്പി അടിപൊളിയല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കുമ്പം തന്നെ കാണാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മുട്ടയുടെ ഒരു ലെയർ വരുന്നുണ്ട്, ചിക്കൻ്റെ ലെയർ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതിനൊപ്പം തന്നെ ഞാനിവിടെ വേറെ ഒരു റെസിപ്പിയുടെ ഒരു പിക്കും കൂടെ ഇട്ടിട്ടുണ്ട്. ചിക്കൻ ബൂണ റോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൽ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതും ഇതേപോലെ തന്നെ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. ഇതുപോലെ സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.